സിനിമാ നയരൂപീകരണത്തിന് പൊതുജനാഭിപ്രായം തേടി സർക്കാർ. കോൺക്ലേവിലെ ചർച്ചാരേഖകളിലാണ് അഭിപ്രായം തേടിയത്. ഈ മാസം 25 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ അവസരമുണ്ട്. പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് നയം രൂപീകരിക്കുക. റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. റോഷിപാൽ, നയരൂപീകരണത്തിലേക്ക് എത്തുമ്പോൾ സിനിമാ മേഖലയിൽ ഈ സിനിമകൾ കാണേണ്ടത് ജനമാണ്. ജനങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പല വിവാദങ്ങളിലും അസ്വസ്ഥത പ്രകടിപ്പിച്ച ഒരു സാഹചര്യം കൂടി സർക്കാർ കണക്കിലെടുക്കുകയാണ്. സുജയ പാർവതി, നമുക്കറിയാം 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ നയരൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും തുടക്കമായത്. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അത് സജീവമായി. സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് വിവിധ സിനിമാ സംഘടനകളുടെ അഭിപ്രായം തേടിയാണ് ചർച്ചാരേഖ തയ്യാറാക്കിയത്. ആ ചർച്ചാരേഖയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം തിരുവനന്തപുരത്ത് കോൺക്ലേവും നടന്നു. കോൺക്ലേവിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചാരേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നത്. സിനിമാ നയത്തിൽ എന്തൊക്കെയാണ് പുതുതായി ചേർക്കേണ്ടത്? അത് തൊഴിൽ നയമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉൾപ്പെടുത്തും. അതിൽ ഏറ്റവും പ്രധാനം സർക്കാർ പറയുന്നത് സ്ത്രീ സുരക്ഷിതമാണ്, ലിംഗസമത്വമാണ്, തൊഴിൽ സുരക്ഷിതമാണ്. അതിനു പുറമെ ഇപ്പോഴുള്ള സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം അടക്കം, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഒരു ലോക സിനിമയുടെ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാരിന് മുന്നിൽ നിന്ന് മന്ത്രി സജി ചെറിയാൻ വിശദീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ സിനിമാ നയത്തിന് വലിയ പ്രത്യേകതകളും വലിയ പ്രതീക്ഷയും സിനിമാ ലോകം ആകെ കൽപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തരുന്നത് ഈ മാസം 25 വരെയാണ്. KSFDCക്കാണ് അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത്. അതുകൂടി പരിശോധിച്ചതിന് ശേഷം 3 മാസത്തിനകം സിനിമാ നയം രൂപീകരിക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുന്നത്.